വർഷത്തെ ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു. ദ ഹോൾഡേഴ്സിലെ അഭിനയത്തിന് ഡോവെയ്ൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിക്കുള്ള ഓസ്കർ നേടി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, കേശാലങ്കാരം, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗങ്ങളിൽ 3 പുരസ്കാരങ്ങളാണ് പുവർ തിങ്സ് സ്വന്തമാക്കിയത്. അമേരിക്കൻ ഫിക്ഷൻ എന്ന സിനിമയിലൂടെ കോഡ് ജോഫേഴ്സൺ മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടി. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം UK-യിൽ നിന്നുള്ള ദ സൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും സ്വന്തമാക്കി. ദി ബോയ് ആൻഡ് ദി ഹെറോൺ ആണ് മികച്ച ആനിമേഷൻ ചിത്രം. അഖിലശ്രീയുണ്ട് വിവരങ്ങളുമായി. അഖിലശ്രീ, 96ാം ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം എങ്ങനെ പുരോഗമിക്കുന്നു? ഏതൊക്കെ ചിത്രങ്ങൾ, ആരൊക്കെ ഇതിനകം പുരസ്കാരങ്ങൾ സ്വന്തമാക്കി? ആര്യ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിനാണ് വിടയായിരിക്കുന്നത്. 96ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം പുരോഗമിക്കുകയാണ്. ലോസ് ആഞ്ചൽസിലെ ഡോൾബി തിയേറ്ററാണ് പുരസ്കാരവേദി. പതിവ് പോലെ ജിമ്മി കിമ്മലാണ് ഇത്തവണ അവതാരകൻ. 4 തവണ ഇതിനു മുൻപ് അദ്ദേഹം അവതാരകനായിട്ടുണ്ട്. 13 നോമിനേഷനുകളായി ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ ആയിരുന്നു മത്സരത്തിൽ മുൻപന്തിയിലെങ്കിൽ നിലവിൽ ഫലം വരുമ്പോൾ പുവർ തിങ്സ് ആണ് താരമായി തുടരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ അടക്കമുള്ള 3 പുരസ്കാരങ്ങളാണ് പുവർ തിങ്സിന് ലഭിച്ചിരിക്കുന്നത്. ഫലം പുറത്തു വരുമ്പോൾ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ പുവർ തിങ്സിനാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിനും പുവർ തിങ്സിന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. മികച്ച അവലംബിത തിരക്കഥ അമേരിക്കൻ ഫിക്ഷൻ, അതായത് കോഡ് ജെഫേഴ്സന്റെ അമേരിക്കൻ ഫിക്ഷൻ നേടി. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിനാണ് അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഓസ്കാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ചവർ ഒരുക്കുന്ന പ്രകടനവും ഇത്തവണത്തെ ഓസ്കാർ വേദിയെ സംഗീത സാന്ദ്രമാക്കുന്നുണ്ട്. മികച്ച താരനിർണയത്തിനും പുതുതായി പുരസ്കാരം ഏർപ്പെടുത്തുന്നുണ്ട്. അടുത്ത വർഷം മുതൽ ഈ മികച്ച താരനിർണയത്തിനും പുരസ്കാരത്തിന് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ ഫലം പുറത്തു വരുമ്പോൾ മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം വാർ ഈസ് ഓവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച അവലംബിത തിരക്കഥ കോഡ് ജെഫേഴ്സന്റെ അമേരിക്കൻ ഫിക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ പുരസ്കാരം മികച്ച സഹനടിക്കുള്ളതായിരുന്നു. അതുപോലെ മികച്ച അനിമേഷൻ സിനിമ ഹയാവോ മിയാസാക്കിയുടെ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന ചിത്രമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അഖിലശ്രീ, ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിന്റെ ഒരു ആധിപത്യമായിരിക്കും പുരസ്കാര പ്രഖ്യാപനത്തിൽ ഉടനീളം ആദ്യം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. അതിലേക്ക് എത്തുന്ന അടക്കമുള്ള ഇനിയുള്ള പുരസ്കാര പട്ടികയിലൊക്കെ പ്രതീക്ഷിക്കാം. ഒപ്പം ഈ ഇന്ത്യൻ സാന്നിധ്യമായി ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ടു കിൽ എ ടൈഗറും മത്സരിക്കുന്നുണ്ടല്ലോ. അതുപോലെ മറ്റേതൊക്കെ വിഭാഗങ്ങളാണ് ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്? മികച്ച നടൻ, നടി എന്നീ വിഭാഗങ്ങളിലുള്ള പുരസ്കാര പ്രഖ്യാപനം നടക്കാനിരിക്കുന്നതേയുള്ളൂ. ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് നിഷ പഹൂജ സംവിധാനം ചെയ്ത ടു കിൽ എ ടൈഗർ എന്ന ഇന്ത്യൻ സാന്നിധ്യം ഉള്ളത്. അഖിലശ്രീയാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ വർഷത്തെ ഓസ്കർ അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. ദ ഹോൾഡേഴ്സിലെ അഭിനയത്തിനാണ് ഡോവെയ്ൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ നേടിയിരിക്കുന്നത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, കേശാലങ്കാരം, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗങ്ങളിൽ 3 പുരസ്കാരങ്ങളാണ് പുവർ തിങ്സ് സ്വന്തമാക്കിയത്. അഖിലശ്രീ, പുവർ തിങ്സ് ആണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. മറ്റ് ചിത്രങ്ങൾ പ്രതീക്ഷയോടെ കാണുന്ന മറ്റേതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? ക്ഷമിക്കണം, ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാമോ? ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ അത് ഏതൊക്കെയാണ്? ഒപ്പം ആരൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു? 13 നോമിനേഷനുകളാണ് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ ഇപ്പോൾ നിലവിൽ മത്സരത്തിലുള്ളത്. എന്നാൽ ഫലം വരുമ്പോൾ 10 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. മികച്ച നടൻ, നടി, അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങളും ഇനി ഈ ചിത്രത്തിന് പ്രഖ്യാപിക്കാനുണ്ട്. ഒപ്പം ഈ മികച്ച സംവിധായകൻ, നടൻ അടക്കമുള്ള പുരസ്കാരങ്ങൾ, അതിൽ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? മികച്ച നടൻ ബ്രാഡ്ലി കൂപ്പർ മാസ്ട്രോ എന്ന ചിത്രം, കോൾമാൻ ഡോമിംഗോ, പോൾ ജിയാമാറ്റി, സിലിയൻ മർഫി തുടങ്ങിയവരാണ് മികച്ച നടൻ എന്ന ഇതിന് മത്സരിക്കുന്നത്. മികച്ച നടി അതുപോലെ തന്നെ ആനറ്റ് ബെന്നിങ്, ലില്ലി ഗ്ലാഡ്സ്റ്റോൺ, സാന്ദ്ര ഹുലർ തുടങ്ങിയവരാണ് മികച്ച നടി എന്ന വിഭാഗത്തിൽ മത്സരിക്കുന്നത്. ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നേറ്റീവ് അമേരിക്കൻ വനിതയായി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ മാറുമെന്നും നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മികച്ച സഹനടൻ സ്റ്റെർലിംഗ് ക്രേഗ് ബ്രൗൺ ആണ് അമേരിക്കൻ ഫിക്ഷനായി മത്സരിക്കുന്നത്. ഓപ്പൺഹൈമറിലെ റോബർട്ട് ഡൗണി ജൂനിയറും വിഭാഗത്തിൽ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മികച്ച സംവിധായകനായി പരിഗണിക്കുന്നത് ജോനാഥൻ ഗ്ലേസർ ആണ്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്, യോർഗോസ് ലാന്തിമോസ്, ക്രിസ്റ്റഫർ നോളൻ, മാർട്ടിൻ സ്കോർസേസി, ജസ്റ്റിൻ റൈറ്റ് തുടങ്ങിയവരാണ് മികച്ച സംവിധായകന് വേണ്ടിയുള്ള മത്സരത്തിൽ മുൻപന്തിയിലുള്ളവർ. മികച്ച നടി
നടി പട്ടികയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മികച്ച ചിത്രമായി പരിഗണിക്കുന്നത് അമേരിക്കൻ ഫിക്ഷൻ, അനാട്ടമി ഓഫ് എ ഫോൾ, ബാർബി, ദി ഹോൾഡോവേഴ്സ്, കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, മാസ്ട്രോ, ഓപ്പൺഹൈമർ തുടങ്ങിയവയാണ് മികച്ച ചിത്രത്തിനായി പരിഗണിക്കുന്നത്. അഖിലശ്രീ, പ്രധാനമായിട്ടും ഇത്തവണ ഈ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വന്ന പേരുകൾ ഒന്ന് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറും ഒപ്പം 8 നോമിനേഷനുകളുമായി ബാർബിയുമായിരുന്നു രംഗത്തുണ്ടായിരുന്നത്, ഒപ്പം പുവർ തിങ്സും. ഇതിലിപ്പോൾ പുവർ തിങ്സ് ആണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. പക്ഷേ ബാർബിയും ഒപ്പം തന്നെ ഓപ്പൺഹൈമറും ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ ഒരു 3 ചിത്രങ്ങളും എങ്ങനെയാണ് ഇതിലേക്ക് ഇനിയുള്ള ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ഇവ മത്സരിക്കുന്നത്? മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിനാണ് ഈ മേൽ പറഞ്ഞ ഓപ്പൺഹൈമർ, പുവർ തിങ്സ്, കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, ബാർബി തുടങ്ങിയവ മത്സരിക്കുന്നത്. 13 നോമിനേഷനുകളാണ് ഓപ്പൺഹൈമറിനുള്ളതെങ്കിൽ 11 വിഭാഗങ്ങളിലായി നോമിനേഷനാണ് പുവർ തിങ്സിനുള്ളത്. കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണിന് 9ഉം ബാർബിക്ക് 8 നോമിനേഷനുകളുമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ അവാർഡുകളുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ഹോൾഡേഴ്സിലെ അഭിനയത്തിന് ഡൊവെയ്ൻ ജോയ് റാൻഡോൾഫ് ആണ് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയിരിക്കുന്നത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ, കേശാലങ്കാരം, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗങ്ങളിലുള്ള 3 പുരസ്കാരങ്ങളാണ് പുവർ തിങ്സിന് തേടിയെത്തിയിരിക്കുന്നത്. അനാട്ടമി ഓഫ് എ ഹാളിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ ലഭിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഫിക്ഷൻ എന്ന സിനിമയിലൂടെ കോഡ് ജെഫേഴ്സൺ മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും നേടിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമയ്ക്കുള്ള പുരസ്കാരം യുകെയിൽ നിന്നുള്ള ദ സോൺ ഓഫ് ഇൻട്രസ്റ്റും സ്വന്തമാക്കി. ദ ബോയ് ആൻഡ് ദി ഹെറോൺ ആണ് മികച്ച ആനിമേഷൻ ചിത്രം. ഇത്രയുമാണ് ഇതുവരെയുള്ള പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അഖിലശ്രീ, ഇപ്പോൾ പുതുതായി പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം, ക്ഷമിക്കണം, ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ശരി അഖിലശ്രീ, എന്തായാലും തിരിച്ചെത്താം. നമുക്ക് കൂടുതൽ പുരസ്കാര പ്രഖ്യാപനം വരുന്നതിനനുസരിച്ച് തിരിച്ചെത്താം.